പള്ളിക്കൂടം വേണോ മദ്രസ വേണോ അതോ മദ്രസ കഴിഞ്ഞിട്ട് മതിയോ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പള്ളിക്കൂടം? ഇതാണ് ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം. പള്ളിക്കൂടത്തിന്റെ സമയം മാറ്റി മദ്രസ പഠനം വേണോ അതോ പള്ളിക്കൂടത്തിന്റെ സമയം അനുസരിച്ച് മദ്രസ മാറണോ? ചോദ്യങ്ങൾ നിരവധിയാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഉള്ള ഒരു പൊതുവിദ്യാഭ്യാസ സംവിധാനം അതാണ് നമ്മുടെ നാട്ടിലേത്. ആ സമയത്ത് സ്കൂളിന്റെ പഠന സമയം മാറ്റി അവിടെ മദ്രസ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടുത്തെ മറ്റു മതവിഭാഗക്കാർ എന്ത് ചെയ്യും? ഖുറാനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മദ്രസ ഇന്ന സമയത്ത് പഠിപ്പിക്കണമെന്ന്? മദ്രസയുടെ സമയം എന്തായിരിക്കണമെന്ന് മുഹമ്മദ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന സമയത്താണ് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ 6 മണിക്കാണ് പഠിപ്പിക്കേണ്ടത്. ഇനി നമ്മുടെ നാട്ടിൽ രാവിലെ 6 മണിക്കാണ് അല്ലെങ്കിൽ 8 മണിക്കാണ് മദ്രസ പഠനമെങ്കിൽ സൗദി അറേബ്യയിലേക്ക് നോക്കൂ. സൗദി അറേബ്യയിൽ ആ സമയത്ത് നേരം വെളുത്തിട്ട് പോലും ഉണ്ടാവില്ല. ഒരുപക്ഷെ അവിടെ രാത്രിയായിരിക്കാം. മദ്രസയിൽ ഏതെങ്കിലും സമയത്ത് പഠിപ്പിച്ചാൽ മതി. അതേസമയം സ്കൂളിലെ കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൃത്യമായ ചില സമയങ്ങളിൽ പഠിപ്പിക്കണം എന്നതല്ലേ ശരി? മതപഠനം ഒരു സംസ്ഥാനത്തിന്റെയോ പൊതുസമൂഹത്തിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ വിഷയമല്ല. ഒരു മതത്തിന്റെ സ്വകാര്യ കാര്യമാണ്. സർക്കാർ ഒരുക്കുന്ന പൊതുകാര്യങ്ങൾക്ക് അനുസൃതമായി സ്വകാര്യ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്ന മാന്യമായ നിലപാട് സമസ്തയും ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരും സ്വീകരിക്കണം. ഹിന്ദുക്കളുടെ മതപഠനം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ്, ഞായറാഴ്ചകളിലാണ്, അത് ബാലഗോകുലങ്ങളിലാണ് നടക്കുക. ഇനി ക്രൈസ്തവരുടെ ബൈബിൾ ക്ലാസ് നോക്കൂ, അതും ഞായറാഴ്ചകളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മദ്രസകൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മദ്രസകളുടെ സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമാണ് അത് സ്കൂൾ സമയമാറ്റത്തിന് വിഘാതമായി നിൽക്കുന്നത്. ധാരാളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളാണ്. ചില പേരുകൾ പറയാം: അൽ-അമീൻ, ദാറുൽ ഹുദ, മർക്കസ്, ഇബൻ സീന, അൽ ഹിദായ. ഇതൊക്കെ മുസ്ലിം മാനേജ്മെന്റുകൾ നേരിട്ട് നടത്തുന്ന സ്കൂളുകളാണ്. ഇവരുടെയൊക്കെ സ്കൂൾ ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ വൈകിട്ട് 3:15 വരെയാണെന്നാണ് അറിയുന്നത്. 10 മണിക്ക് ആരംഭിക്കുന്ന ഏതെങ്കിലും സ്കൂളുകൾ ഇവരുടെ കീഴിലുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ വീണ്ടും വരും ഒരു ചോദ്യം: ഇവർക്കൊന്നും മദ്രസ സമയം വിഷയമല്ലേ? ഇനി അവർക്കൊന്നും മതം പഠിപ്പിക്കണ്ടേ? അതും മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളുകളാണ്. പിന്നെ എന്തിനാണ് ഈ സർക്കാർ സ്കൂളിൽ പാഠ്യസമയം ഒരു 15 മിനിറ്റ് നേരത്തെ ആക്കിയതിന് ഇത്ര വലിയ പ്രതിഷേധം സമസ്തയും മറ്റു മതപണ്ഡിതന്മാരും ഒക്കെ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ പ്രശ്നം മദ്രസ സമയമോ മതപഠനമോ ഒന്നും അല്ല. ഭരണവ്യവസ്ഥയിൽ മതം പറഞ്ഞ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക. സർക്കാർ എന്ത് തീരുമാനിക്കുമ്പോഴും അതിൽ മതസംഘടനകൾക്ക് എന്താണ് താല്പര്യം അതുകൂടി പരിഗണിച്ച് വേണം എടുക്കാൻ എന്നുള്ള ഒരു കീഴ്വഴക്കം, അത് ചില കാര്യങ്ങളിൽ ഇവിടെ ഓൾറെഡി ഉണ്ട്. അത് ഉണ്ടാക്കണമെന്ന പിടിവാശി, ജനസംഖ്യാ പ്രാതിനിധ്യം കാണിക്കണം, ഒരു ശക്തിയായിട്ട് നിലനിൽക്കണം എന്ന വ്യാമോഹം, അതിനപ്പുറം ഒന്നുമല്ല ഈ സ്കൂൾ സമയ വിവാദത്തിൽ എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊന്ന് പറയാം: CAA, NRC, ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ഈ വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇവർ പ്രയോഗിച്ചത് ഇതേ രീതി തന്നെയാണ്. പക്ഷേ അവരുടെ ആ വാദങ്ങൾക്കൊന്നും പുല്ല് വില നൽകാതെ ദേശതാൽപര്യവും രാജ്യത്തിന്റെ നിലനിൽപ്പും മാത്രം നോക്കുന്ന ഒരു സർക്കാരാണ് ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പിടിച്ചിടമൊന്നും നടന്നില്ല. അധികാരവും പദവിയും മാത്രം മതി എന്ന് കരുതുന്ന കമ്മ്യൂണിസ്റ്റുകളുണ്ട്. പക്ഷേ അവർക്ക് ഒരു പ്രശ്നമുണ്ട്: ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാതെ നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ സ്കൂൾ സമയം ഇസ്ലാമിക പുരോഹിതന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഴയപടിയാക്കിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. മദ്രസ പഠനം അല്ലെങ്കിൽ മതപഠനം നിർബന്ധമായും വേണം എന്നുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? സ്കൂൾ സമയമാറ്റത്തിനനുസരിച്ച് അതും ക്രമീകരിക്കണം. ഒന്ന് നോക്കുകയാണെങ്കിൽ അറബ് രാജ്യങ്ങൾ നോക്കുക. അവിടെ ആഴ്ചയിൽ ഒരു പീരീഡാണ് ഇസ്ലാമിക് സ്റ്റഡീസിന് എന്നാണ് അറിയുന്നത്. അതേസമയം മറ്റു കുട്ടികൾക്ക് എന്താ പറയുക, PT അവറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കൂടുതൽ മുസ്ലിം കുട്ടികളും മറ്റു മതസ്ഥരായ കുട്ടികളുടെ കൂടെ ഈ PT അവറിന് പുറത്തു പോവുകയായിരിക്കും ചെയ്യുക. മതപഠനം പഠിപ്പിക്കുന്ന ടീച്ചർ വെറുതെ ക്ലാസ്സിൽ വരും. അവിടെ ടീച്ചർക്കും കുട്ടികൾക്കും ഒരു നിർബന്ധമില്ല ക്ലാസ്സിൽ ഇരിക്കണമെന്നത്. ശനിയാഴ്ച മാത്രം രാവിലെ കുട്ടികൾ അവരവരുടെ കമ്മ്യൂണിറ്റികളുടെ മദ്രസ പഠനത്തിന് പോകും. ഇതൊക്കെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ നടക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ഹോളിഡേ ദിവസം 4 മണിക്കൂർ മദ്രസ പഠന രീതിയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാ ദിവസവും വിശ്രമം ലഭിക്കില്ലേ? സൺഡേ സ്കൂൾ പോലെ മറ്റു മതങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ആ ഒരു സ്റ്റൈലിൽ സ്വീകരിക്കുകയാണെങ്കിൽ അത് എത്ര നല്ലതായിരിക്കും. അത് കുട്ടികളുടെ റെഗുലർ സ്കൂൾ പഠനത്തെ ബാധിക്കുകയില്ല, മറ്റുള്ളവർക്ക് അതൊരു ഭാരമാവുകയുമില്ല. മതപണ്ഡിതർ ഇതിനെക്കുറിച്ച് കുട്ടികളോട് ചോദിക്കണം, പാരൻസിനോട് ചോദിക്കണം. അങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത്. അല്ലാതെ പണ്ഡിതന്മാർ ചിന്തിക്കുന്നതും അവർ തീരുമാനിക്കുന്നതും അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. എതിർപ്പുണ്ടെങ്കിൽ അതിന് കോടതിയെ സമീപിക്കുക. സമസ്തയുടെ ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത്, സമസ്തയുടെ ഈ ഒരു വിഷയത്തിൽ ഇത്രമാത്രം ബലം പിടിക്കുന്നത് അത് മതേതരത്വ വിരുദ്ധമാണ് എന്ന അഭിപ്രായമുണ്ട്. മറ്റു മതസ്ഥർ ഒഴിവു ദിവസങ്ങളിൽ മതപഠനം നടത്തുന്നത് പോലെ അങ്ങനെ ചെയ്യുക. മറ്റാർക്കും ലഭിക്കാത്ത സൗകര്യങ്ങൾ ഇപ്പോൾ തന്നെ മുസ്ലിം വിഭാഗത്തിന് ലഭിക്കുന്നുണ്ട്. എക്സാമ്പിൾ, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് സമയം നൽകുന്നുണ്ട്. ഇതൊക്കെ ഇവർ മറന്നിട്ടാണ് ഇത്തരത്തിലൊരു സമ്മർദ്ദം സർക്കാരിൽ ചെലുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ മൗലികവാദങ്ങൾക്ക് കടന്നു കയറാൻ വഴിയൊരുങ്ങും എന്ന വിലയിരുത്തലുകൾക്ക് ധാരാളം കൈയടി പൊതുസമൂഹത്തിൽ ലഭിക്കുകയാണ്.
സമയമാറ്റത്തിലെ അരമണിക്കൂർ വൈകുന്നേരത്തേക്ക് മാറ്റണമെന്നും ഓണം, ക്രിസ്തുമസ്, മധ്യവേനൽ അവധികൾ വെട്ടിക്കുറച്ച് അധ്യയന സമയം വർദ്ധിപ്പിക്കണം എന്നുമുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും എന്നാണ് സമസ്ത പറയുന്നത്. അതായത് പ്രവൃത്തി ദിനങ്ങളിലെ പൊതുവിദ്യാഭ്യാസ സമയം പോലും മതപഠനത്തിനനുസരിച്ച് ക്രമീകരിക്കണം. ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മാറ്റരുത് എന്ന് പറയുന്ന കൂട്ടരാണ് അവർ. മതപഠനം കഴിഞ്ഞു മതി പൊതുപഠനം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മദ്രസ പഠനത്തിന് മതം നിഷ്കർഷിക്കുന്ന അത്രയും സമയം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവിടെ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല. അങ്ങനെയാണെന്ന് പറഞ്ഞെത്തിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നത് ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. അത് അപകടകരമാണ്. മതപഠനം എല്ലാ മതങ്ങൾക്കും ആവശ്യമുള്ളത് തന്നെ, അതിൽ യാതൊരു തർക്കവുമില്ല. അത് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ മതസ്ഥരും പഠിക്കുന്നതാണ്. പൊതുവിദ്യാഭ്യാസത്തിന്റെ സമയക്രമത്തിന് തടസ്സമുണ്ടാകാത്ത രീതിയിൽ അവരവരുടെ മതപഠനം, അതിനിപ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും, അത് ക്രമീകരിക്കുന്നിടത്താണ് വിവേകമുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിലൂടെ തെളിയുന്നത്. തങ്ങൾക്കും വിവേകമുണ്ട് എന്നുള്ള ആ ഒരു പരമാർത്ഥം തെളിയിപ്പിക്കാൻ സാധിക്കുക. അത്തരത്തിലുള്ള ഒരു വിവേകം ഇതിനു വേണ്ടി ഇപ്പോൾ വാദിക്കുന്നവർക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കാരണം പൊതുവിദ്യാഭ്യാസ രീതി, നമ്മുടെ വിദ്യാഭ്യാസ രീതി, അത് കുറ്റമറ്റതായി പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് അവിടെ വില കൊടുക്കാതിരിക്കണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.